നമസ്കാരം. ഞാൻ അമ്മു ഓസേപ്പച്ചൻ, സദർ അക്കാഡമി ഫോർ നാട്യ ആൻഡ് രാഗയുടെ ആർട്ടിസ്റ്റിക് ഡയറക്ടർ. ആദ്യമേ തന്നെ എല്ലാവരോടും ഒത്തിരിയേറെ നന്ദി അറിയിക്കുകയാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കലാകാർക്ക് വേണ്ടി, കലാലോകത്തിന് വേണ്ടി കുറേ കാര്യങ്ങൾ സംസാരിക്കുകയും മാതാപിതാക്കന്മാരോട് കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ പറയുകയും ചെയ്ത സംസാരങ്ങൾ നമ്മൾ അപ്ലോഡ് ചെയ്ത വീഡിയോസ് ഉണ്ട്. അത് ഒത്തിരിയേറെ ആളുകൾ അത് ഏറ്റെടുക്കുകയും ചെയ്തു. വലിയ വലിയ ഗുരുക്കന്മാര്, എൻ്റെ സീനിയർ ആയിട്ടുള്ള ഗുരുക്കന്മാര് അത് വിളിച്ച് അഭിനന്ദിച്ചു. കുറേ പേര് ധൈര്യമായിട്ട് മുന്നോട്ട് പോകാൻ പറഞ്ഞു. ചിലവർ വിളിച്ച് പറഞ്ഞു, മോളെ നമ്മൾ ഇത്രയൊക്കെ എന്ത് പറഞ്ഞാലും കാര്യമില്ല, എങ്കിൽ കൂടിയും നീ പ്രതികരിക്കാൻ നിന്നല്ലോ, തെറ്റായ കാര്യങ്ങൾക്കെതിരെ പ്രതികരിക്കാൻ ഒരു ധൈര്യം കാണിക്കുന്നുണ്ടല്ലോ, നീ അങ്ങനെ തന്നെ മുന്നോട്ട് പോ, നീ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ നല്ലതായിട്ടുള്ളതാണ്, കലാലോകത്തിന് വേണ്ടിയുള്ളതാണ് എന്ന് പറഞ്ഞു കേട്ടപ്പോൾ ഒത്തിരിയേറെ സന്തോഷം തോന്നി. ഇത്രയേറെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നതിന് നിങ്ങൾ എല്ലാവരോടും ഒത്തിരിയേറെ നന്ദി പറയുകയാണ്. ഇതിൽ നിന്ന് എനിക്ക് എല്ലാവരോടും പറയാനുള്ളൊരു മെസ്സേജ് എന്ന് പറഞ്ഞാൽ, നമ്മളുടെ സമൂഹം നന്നായി തന്നെ മുന്നോട്ട് പോകും. ഒരാൾ എടുക്കുന്ന ഇനീഷ്യേറ്റീവ് അത് ഫലം കാണുക തന്നെ ചെയ്യും എന്നതിന്റെ തെളിവാണ്. കുറെ അമ്മമാര് വിളിച്ചു, അവരുടെ കുറെ അനുഭവങ്ങൾ എന്നോട് സംസാരിച്ചായിരുന്നു. ഞാൻ നല്ല നല്ല ഓരോ സ്ഥലത്തെയും നല്ല നല്ല ഗുരുക്കന്മാരെ കണ്ടുപിടിക്കാനുള്ള പോംവഴികൾ അവരോട് പറഞ്ഞു. അതിന്റെ കൂടെ തന്നെ ചിലർ ചെളി വാരി എറിയുകയും ചെയ്തു. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എൻ്റെ തന്നെ ഒരു പരസ്യം പറയുകയല്ല, ഞാൻ എൻ്റെ തന്നെ അക്കാഡമിയുടെ ഒരു പരസ്യം തരുവല്ല. ഞാൻ ഒരിക്കൽ പോലും എൻ്റെ ക്ലാസ്സിൽ ജോയിൻ ചെയ്താലേ നന്നായിരിക്കുള്ളൂ, ഞാനേ നന്നായിട്ട് പഠിപ്പിക്കുന്നുള്ളൂ, എൻ്റെ എനിക്ക് ഓൺലൈൻ ക്ലാസ് ഉണ്ട്, ഓഫ്ലൈൻ ക്ലാസ് ഉണ്ട്, ഇതിലൊക്കെ വരണം, ഇവിടെ പഠിച്ചാൽ മാത്രമേ നല്ല ഭാവിയുള്ളൂ എന്ന് ഒരിക്കൽ പോലും പറഞ്ഞിട്ടില്ല. ഞാൻ എല്ലാവരോടും കൂടി പറഞ്ഞത്, ആരുടെയും ജോലി കളയിപ്പിക്കാനായിട്ട് ഒരു ഗുരുക്കന്മാരും ഞാൻ എതിർത്ത് സംസാരിച്ചിട്ടില്ല. നല്ല യഥാർത്ഥ കലാകാരന്മാരെ തേടി പിടിക്കാൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അത് എല്ലാ കലാകാർക്കും വേണ്ടി നിങ്ങൾ കുറേ കലാകാരന്മാരുടെ ജീവിതത്തിനും അവരുടെ ശമ്പളമില്ലാത്ത ജോലിക്കുമൊക്കെ അതിനൊക്കെ പരിഹാരമായി ഞാൻ എൻ്റെ ഒരു ശബ്ദം ഉയർത്തി എന്നേ ഉള്ളൂ. എല്ലാ കലാകാരന്മാർക്കും വേണ്ടിയിട്ടാണ് ഞാൻ ശബ്ദം ഉയർത്തുന്നത്, അല്ലാതെ ഞാൻ ഒരാൾ മാത്രം രക്ഷപ്പെടുക എന്ന് ഒരിക്കൽ പോലും ഞാനത് കരുതിയിട്ടില്ല. എല്ലാവർക്കും നീതി, എല്ലാ കലാകാരന്മാർക്കും നീതി കിട്ടണം. അതുപോലെ തന്നെ എല്ലാ സമൂഹത്തിലെ എല്ലാ മാതാപിതാക്കന്മാർക്കും, മക്കൾ നന്നായി കളിക്കുന്നു, അവരുടെ മക്കളോട് കൂടുതൽ ഉള്ള ഒരു സ്നേഹക്കൂടുതൽ മുതലെടുത്ത് യഥാർത്ഥ കലാകാരന്മാരല്ലാണ്ടുള്ള ചിലർ അവരെ പറ്റിക്കുന്നത് കണ്ടപ്പോൾ സങ്കടം തോന്നിയിട്ട് ഒരു അവയർനെസ് തന്ന് നിങ്ങളെ നല്ല ഗുരുക്കന്മാരുടെ അടുത്തേക്ക് എത്തിക്കാനായിട്ടാണ് ഞാൻ ഈ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ മുന്നോട്ട് എടുക്കുന്ന ഒരു ദൗത്യം എന്ന് പറയുന്നത്, ഞാൻ ഒരാൾ രക്ഷപ്പെടുകയല്ല, എല്ലാ നാട്ടിലുമുള്ള എല്ലാ യഥാർത്ഥ കലാകാരന്മാർക്കും നീതി നടപ്പാക്കി കിട്ടണമെന്നും അവർക്ക് അവരർഹിക്കുന്ന പ്രതിഫലം അവർ ചെയ്യുന്ന വർക്കിന്, അവർ ചെയ്യുന്ന ജോലിക്ക് ശമ്പളമായി കിട്ടണമെന്നും, അതുപോലെ തന്നെ മാതാപിതാക്കൾ ഒന്നിന്റെയും പേരിൽ തട്ടിക്കപ്പെടരുതെന്നും ചതിക്കപ്പെടരുതെന്നും ആഗ്രഹിച്ചിട്ടാണ്. അപ്പൊ ഇത്രയൊക്കെ കാര്യങ്ങൾ ചെയ്ത് ഒത്തിരിയേറെ പേർ സപ്പോർട്ട് ചെയ്ത് നിൽക്കുമ്പോൾ കലാലോകം തന്നെ നല്ലൊരു ശതമാനം പ്രൊഫഷണൽ ആയിട്ടുള്ള ആർട്ടിസ്റ്റുകൾ കൂടെ നിൽക്കുമ്പോൾ അവർ എനിക്ക് പോലും അറിയാത്ത കുറെ പഠിച്ചിറങ്ങിയ നല്ല നല്ല കലാകാരന്മാർ അത് ഷെയർ ചെയ്യുമ്പോൾ, അതിനായി സപ്പോർട്ട് പറഞ്ഞ് വിളിച്ച് കൂടെ ഉണ്ടെന്ന് പറയുമ്പോൾ, ഇത്രയേറെ നല്ല കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ ഇതിന്റെ ഇടയ്ക്ക് ഒരു മോശപ്പെട്ട കാര്യം സംഭവിച്ചു. അമ്മയെ തല്ലിയാലും രണ്ട് ഭാഗം എന്ന് പറയും. ഞാനിത് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും നമ്മൾ നെഗറ്റീവ് കമന്റിന് ഒരു മറുപടി കൊടുക്കേണ്ട ആവശ്യമുണ്ടോ എന്നും ചിന്തിക്കുന്നവരുണ്ടാവാം. പക്ഷെ ഒരു നെഗറ്റീവ് കാര്യം നമ്മളുടെ യുവതലമുറേനെ വഴി തിരിച്ചു വിട്ടിട്ടാണ് ചെയ്യുന്നതെങ്കിലോ, ഞങ്ങൾ എല്ലാ കലാകാരന്മാർക്കും സാമൂഹിക പ്രതിബദ്ധത ഉള്ളവരാണ്, ഞങ്ങൾ സമൂഹത്തിനോട് ചേർന്ന് നിൽക്കുന്നവരുമാണ്. അപ്പോൾ നീതികേട് കണ്ടാൽ അതിനെ പ്രതികരിക്കണം എന്ന് തന്നെയാണ് ഞങ്ങൾ എല്ലാ കലാകാരന്മാരുടെയും ഒരു ദൗത്യവും കടമയുള്ളത്. അതുകൊണ്ട് കണ്ട അനീതിക്കെതിരെ ശബ്ദമുയർത്താണ് ഇന്നത്തെ ഈ വീഡിയോ ലോഡ് ചെയ്യുന്നതിലൂടെ. ശനിയാഴ്ചയാണ് ഇൻസിഡന്റ് ഉണ്ടാവുന്നത്. വെള്ളിയാഴ്ച നമ്മൾ ഒരു വീഡിയോ ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, നിങ്ങളുടെ തീരുമാനം ശരിയാണോ എന്ന് ചോദിച്ച്. അതിന് ശനിയാഴ്ച ആയപ്പോൾ ഒരു ഒരു കമന്റ് അതിന്റെ താഴെ വന്നതാണ്. ഫസ്റ്റ് ഒരു കമന്റ് ഇങ്ങനെയാണ്, ഫുൾ മാഡ് 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 എന്ന് പറഞ്ഞിട്ട് ഒരു കമന്റ് വന്നു. അത് എനിക്ക് ഭ്രാന്താണ് എന്ന് പറഞ്ഞാൽ, എല്ലാ കലാകാർക്കും കുറച്ചൊക്കെ ഭ്രാന്തുണ്ട്, അതുകൊണ്ടാണല്ലോ കലേനെ ജീവിതം വരെ മാറ്റി വെച്ച് ഉപാസിക്കുന്നത് എന്ന് ഞാൻ എന്നോട് തന്നെ പറഞ്ഞ് ആശ്വസിച്ചു. 2 മിനിറ്റിനുള്ളിൽ അടുത്ത കമന്റ് വന്നു, ഷീ ഡസ് നോട്ട് നോ ഹൗ ടു ടീച്ച് ഡാൻസ്,
ഡോണ്ട് ഗീവ് അഡ്മിഷൻ എന്ന് പറഞ്ഞ് ഒരു കമന്റ് അതിന് താഴെ അതേ ആള് തന്നെ എഴുതി. അപ്പൊ അത്ര എഴുതി കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു, ഇപ്പോൾ വലിയൊരു സീനിയർ ആളോ അല്ലെങ്കിൽ നമ്മളുടെ കൂടെയുള്ള ഒരു പ്രൊഫഷണൽ ആളാണെങ്കിൽ നമുക്കതിന് വേണ്ടത്ര ശ്രദ്ധ കൊടുക്കാതെ ഇരിക്കോ എന്തെങ്കിലും ചെയ്യാം. അപ്പൊ ഞാൻ അത് ഒന്നും കൂടി എനിക്കൊരു ക്യൂരിയോസിറ്റി ചെയ്ത് ആരാണ് എഴുതിയെന്നുള്ളത് ഞാൻ അതിന്റെ ഉടമസ്ഥന്റെ ആ ഒരു വീഡിയോ, ആ ഒരു ചാനൽ ഡീറ്റെയിൽസ് എടുത്തു. അപ്പൊ എനിക്ക് അതിൽ നിന്ന് മനസ്സിലായത് അതൊരു ചെറിയ കുട്ടിയാണ്. ഒരു മൈനർ ആയിട്ടുള്ള ഒരു കുട്ടിയുടെ പേരിൽ നമ്മൾ ഇത്രയും വർഷം, അതായത് 3ാമത്തെ വയസ്സ് മുതൽ ഡാൻസ് പഠിച്ച് ഒരു 6ാം ക്ലാസ്സിൽ ഞാൻ പഠിക്കുമ്പോൾ എനിക്ക് CCRTയുടെ സ്കോളർഷിപ്പ് ഭരതനാട്യത്തിൽ കിട്ടി. 9ാം ക്ലാസ്സിൽ ഞാൻ പഠിക്കുമ്പോൾ കോട്ടയം ജില്ലയുടെ കലാതിലകമായി. അതിനുശേഷം BA ഭരതനാട്യം MG യൂണിവേഴ്സിറ്റിയുടെ സെന്റ് തെരേസസ് കോളേജിൽ പഠിക്കുമ്പോൾ എനിക്ക് MG യൂണിവേഴ്സിറ്റിയുടെ BA ഭരതനാട്യം 2nd റാങ്ക് കിട്ടി. 3 വർഷം MG യൂണിവേഴ്സിറ്റിയുടെ കോമ്പറ്റീഷന് അടുപ്പിച്ച് വിന്നറായി, നൃത്ത ഇനങ്ങളിൽ വിന്നറായി. അതിനുശേഷം MA ഭരതനാട്യം ചെയ്യാൻ പോയത് മദ്രാസ് യൂണിവേഴ്സിറ്റിയിൽ. അത് കഴിഞ്ഞ് തിരിച്ച് ഇവിടെ കേരളത്തിൽ വന്നതിന് ശേഷം മാത്രം 2013 സദർ അക്കാഡമി എന്ന ഈ സ്ഥാപനം തുടങ്ങി. ഇന്നും പ്രൈവറ്റ് ക്ലാസ് ആയിട്ട് കുട്ടികളോട് നീതി കാണിക്കണം എന്ന ഒരു ആശയം എനിക്ക് ഉള്ളത് കൊണ്ടും ഒരു നീതിബോധം ഉള്ളത് കൊണ്ടും ഇന്നും ഞാൻ ശ്രീലത വിനോദ് എന്ന് പറയുന്ന ഗുരു VP ധനഞ്ജയൻ സാറിന്റെ സീനിയർ ഡിസൈപ്പിൾ ആയിട്ടുള്ള ശ്രീലത മാമിന്റെ അടുത്ത് ഇന്നും ക്ലാസ് പഠിക്കുന്ന എനിക്ക് ഡാൻസ് പഠിപ്പിക്കാൻ അറിയില്ല എന്ന് പറയുന്നത് എന്ത് വലിയ നീതികേടാണ് പറഞ്ഞത്, എന്ത് വലിയ വ്യക്തിഹത്യയാണ് ചെയ്തത്. അതും പോരാഞ്ഞ് ഇനി അതും ഞാൻ സഹിച്ചേനെ. ഒരു കലാകാരന്റെ അല്ലെങ്കിൽ ഒരു കലാകാരിയുടെ ജീവിതം എന്ന് പറയുന്നത്, ഉപജീവന മാർഗം എന്ന് പറയുന്നത് കലയാണ്. ആ കല, ആ സ്ഥാപനം അടച്ചു പൂട്ടാൻ വേണ്ടി അഡ്മിഷൻ പോലും കൊടുക്കരുത് എന്ന് എഴുതുന്ന ആ ഒരു വിഷകരമായിട്ടുള്ള ഒരു ചിന്തയുണ്ടല്ലോ. ഈ സമൂഹത്തിൽ കലാകാരന്മാര് നീതിക്ക് വേണ്ടി ശബ്ദം ഉയർത്തുമ്പോൾ അവരുടെ വായ അടപ്പിക്കാൻ മാത്രമല്ല, അവരെ മൊത്തമായി പൂട്ടിക്കെട്ടിക്കണം എന്ന് വിചാരിക്കുന്ന ഈ സമൂഹത്തിന്റെ ചിന്താഗതി. ഇത്രയും ചെറിയൊരു കുട്ടി, എനിക്കത് മനസ്സിലായതൊരു ചെറിയ കുട്ടിയാണ്. ആ കുട്ടിക്ക് ഒരിക്കലും സ്വന്തമായിട്ട് ഒരു മൊബൈൽ ഉണ്ടാവില്ല, അല്ലെങ്കിൽ ആ കുട്ടി ഒരുപക്ഷെ ഇത്രയും വലിയ കാര്യങ്ങൾ എഴുതില്ല. അപ്പോൾ ഒരു മൈനർ ആയിട്ടുള്ള ഒരു കുട്ടിയുടെ അക്കൗണ്ടിൽ നിന്ന് ഇങ്ങനെ ഒരു മെസ്സേജ്, വളരെ തെറ്റായ ഒരു മെസ്സേജ് പ്രചരിക്കുന്നത് നമ്മുടെ സമൂഹത്തിന് തന്നെ അപമാനകരമല്ലേ? അതൊരു സംസ്കാരക്കുറവായി പോയില്ലേ? കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ചെറിയ കുട്ടികൾ നമ്മൾ യൂട്യൂബിൽ ഒരു വീഡിയോ ലോഡ് ചെയ്യുമ്പോൾ യെസ് ഇറ്റ് മെയ്ഡ് ഫോർ കിഡ്സ് എന്നും നോ ഇറ്റ്സ് നോട്ട് മെയ്ഡ് ഫോർ കിഡ്സ് എന്നും എന്തിനാണ് യൂട്യൂബ് അങ്ങനെ ഒരു കാര്യം എഴുതി വെച്ചിരുന്നത്? അതുമാത്രമല്ല, ഇഗ്നറൻസ് ഓഫ് ലോ ഈസ് നോട്ട് ആൻ എക്സ്ക്യൂസ് എന്ന് നമ്മളുടെ ജുഡീഷ്യറി പറയുമ്പോഴും മൈനർ ആയതുകൊണ്ട് ആ കുട്ടിയുടെ അക്കൗണ്ട് വഴി ആർക്കും എന്തും ചെയ്യാം എന്നുള്ളൊരു ലൈസൻസ് എടുക്കുന്ന നമ്മളുടെ സമൂഹത്തിനോട് എനിക്ക് പറയാനുള്ളത്, എന്നെ കേൾക്കുന്ന കലാകാരന്മാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളാരും വിഷമിക്കേണ്ട. നമ്മൾ ശബ്ദം ഉയർത്തുക തന്നെ ചെയ്യും അനീതി കണ്ടാൽ. അതുകൊണ്ട് നമ്മളുടെ വായ പൊത്തിക്കാനോ നമ്മളെ എന്നേക്കുമായി പൂട്ടിക്കെട്ടിക്കാമെന്നോ ആരും വിചാരിച്ചാലും നമ്മളിൽ ഒരു സത്യമുണ്ടെങ്കിൽ അത് തകർന്നു പോവില്ല എന്ന് നിങ്ങൾ വിശ്വസിക്കുക. എന്നെ കേൾക്കുന്ന മാതാപിതാക്കന്മാരോട് എനിക്ക് പറയാനുള്ള വലിയൊരു മെസ്സേജാണ്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ കുട്ടികൾ മൊബൈൽ എടുക്കുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ അവർക്ക് മൊബൈൽ കൊടുക്കുമ്പോൾ ദയവ് ചെയ്ത് അവരുടെ പേരിൽ അക്കൗണ്ട് ഉണ്ടാക്കുമ്പോൾ അവരതിൽ എന്താണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവരുടെ അക്കൗണ്ട് വേറെ ആരെങ്കിലും ദുരുപയോഗം ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാനുള്ളൊരു കടമ അപ്പനമ്മമാർ എന്ന നിലയിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കുമുണ്ട്. നമ്മളുടെ യുവതലമുറയുടെ പേരും പറഞ്ഞ് ഇത്രയും വലിയ വിഷകരമായിട്ടുള്ള കാര്യങ്ങൾ സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ കുട്ടിക്ക് നാളെ എന്ത് മോശമായിരിക്കും സംഭവിക്കുക. ഇന്ന് വരെ ഞാനത് യൂട്യൂബിൽ ചെക്ക് ചെയ്തു. ഇന്നും ആ കമന്റ് ഡിലീറ്റ് ചെയ്യാണ്ടത് അവിടെ തന്നെയുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു മോശം കാര്യമാണ് സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എനിക്കൊരു റിക്വസ്റ്റ് ആണ് നമ്മളുടെ എഡ്യൂക്കേഷൻ മിനിസ്റ്ററിനോട്, നമ്മളുടെ പാരന്റ്സിനോട്, എല്ലാവരോടും, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരോടും എനിക്കൊരു റിക്വസ്റ്റ് ആണ് പറയാനുള്ളത്. നമ്മളിപ്പോൾ സെക്ഷൽ ഹറാസ്മെന്റിനെ കുറിച്ചുള്ളൊരു ബോധവൽക്കരണം സ്കൂൾ തലങ്ങളിലും വീടുകളിലും എല്ലാത്തിലും നമ്മൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇനി നമ്മളുടെ തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കേണ്ടതാണ് ഓൺലൈൻ പ്ലാറ്റ്ഫോം എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത്, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം എങ്ങനെയാണ് നല്ല രീതിയിൽ കൈകാര്യം ചെയ്യേണ്ടത്, അതെങ്ങനെയൊക്കെ വിപത്തായിട്ട് വരും എന്നുള്ളൊരു അവയർനെസ് നിങ്ങൾ ദൈവത്തെ ഓർത്ത് നിങ്ങളുടെ കുട്ടികൾക്കൊന്ന് പറഞ്ഞു കൊടുക്കണം. ഇല്ലെങ്കിൽ ഇന്ന് എനിക്കെതിരെ തിരിഞ്ഞ ആള് നാളെ മറ്റൊരാൾക്കെതിരെ തിരിയും. നാളെ ഇതേ അക്കൗണ്ട് വഴി വേറൊരാള് നമ്മളുടെ രാജ്യത്തിനെതിരെ സംസാരിച്ചാൽ എന്തായിരിക്കും അവസ്ഥയുള്ളത്? അപ്പൊ അതുകൊണ്ട്
ഇതൊരു വലിയ പ്രശ്നമായിട്ട് തന്നെ നമ്മുടെ സമൂഹം ഇനി അങ്ങോട്ട് ഗൗരവത്തിൽ എടുക്കേണ്ട ഒരു കാര്യമായിട്ട് കണ്ട് എല്ലാവരും നമ്മുടെ മക്കൾക്ക് വീടുകളിൽ അവരുടെ ഡിവൈസുകൾ അത് ആക്സസ് ചെയ്യാൻ കൊടുക്കുന്ന ആ ഒരു സാഹചര്യം ഒന്നും കൂടി ഒന്ന് ചെക്ക് ചെയ്യണമെന്നും അവരെന്താണ് ചെയ്യുന്നതെന്നും ചെറിയ കുട്ടികൾക്ക് അവരുടെ യൂട്യൂബ് ചാനലിൽ എന്തൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്യാം, ഒരു പോയം, ഒരു പദ്യം പാടിയിടാം, അല്ലെങ്കിൽ ഒരു സ്റ്റോറിയുടെ റിവ്യൂ എഴുതാം, എത്രയൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്യാം നമ്മുടെ യുവതലമുറയ്ക്ക്, കുഞ്ഞുങ്ങൾക്ക്. അത് പ്രോത്സാഹിപ്പിക്കപ്പെടണം. അവരുടെ അക്കൗണ്ട് വേറെ ആരും ഒരു മോശം രീതിയിൽ അത് ആരുടെയും ജീവിതത്തിനെയോ ബാധിക്കാത്ത, ഹനിക്കാത്ത രീതിയിൽ അത് ഉപയോഗിക്കണമെന്ന് റിക്വസ്റ്റ് നിങ്ങളോട് എല്ലാവരോടും അപേക്ഷിച്ചുകൊണ്ട് ഇതൊന്ന് ഗൗരവമായി നമ്മൾ കാണേണ്ട ഒരു പ്രശ്നമാണെന്നൊന്ന് അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.